വധശിക്ഷ വിധിക്കപ്പെട്ട കേസുകളിൽ ശിക്ഷ നടപ്പാക്കുന്നത് അനന്തമായി നീളുന്നതുമൂലം പ്രതികൾക്ക് ഇരട്ട ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നുവെന്നും ഇത് പരിഗണിച്ച് വധശിക്ഷ ഒഴിവാക്കണമെന്നും കാണിച്ച് 8 വ്യത്യസ്ത റിട്ട് ഹർജികൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിരുന്നു. 2000 ധർമ്മപുരി ബസ് കത്തിക്കൽ കേസിലെ 3 പ്രതികൾ, 2000 ചെങ്കോട്ട ആക്രമണ കേസിലെ പാക് പൗരൻ മുഹമ്മദ് ആരിഫ് എന്ന അഷ്ഫാഖ്, 1993 മുംബൈ സ്ഫോടന പരമ്പര കേസ് പ്രതി യാക്കൂബ് മേമൻ, വിവിധ കൊലപാതക കേസുകളിലെ പ്രതികളായ ഉമേഷ് സുന്ദർ എന്നിവരാണ് റിട്ട് ഹർജികൾ സമർപ്പിച്ചിരുന്നത്. ഈ ഹർജികൾ ഒരുമിച്ച് പരിഗണിച്ചാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് RM ലോധ അധ്യക്ഷനായ 3-അംഗ ബെഞ്ച് സുപ്രധാനമായ വിധി പുറപ്പെടുവിച്ചത്. വാദം പൂർത്തിയാക്കി സുപ്രീം കോടതി വധശിക്ഷ വിധിച്ച പ്രതികൾ പുനഃപരിശോധനാ ഹർജി നൽകിയാൽ അത് തുറന്ന കോടതിയിൽ വാദം കേട്ട ശേഷം തീർപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. 3-അംഗ ജഡ്ജിമാരുടെ പാനൽ പ്രതിയുടെ വാദം കേൾക്കാൻ 30 മിനിറ്റ് സമയം നൽകണമെന്നും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതുവരെ പുനഃപരിശോധനാ ഹർജികൾ ജഡ്ജിമാരുടെ സമിതി സ്വകാര്യമായി വിലയിരുത്തിയാണ് തീരുമാനമെടുത്തിരുന്നത്. ഇനി മുതൽ വാദം പൂർത്തിയായി വധശിക്ഷ വിധിക്കപ്പെട്ട കേസുകളിലും പ്രതിഭാഗത്തിന് വാദിക്കാൻ അരമണിക്കൂർ കൂടി ലഭിക്കും. വിടുതൽ ഹർജികൾക്കും ഇത് ബാധകമാണെന്നും അതേസമയം സങ്കട ഹർജികളിൽ ബാധകമായിരിക്കില്ലെന്നും കോടതി വിധിയിൽ വ്യക്തമാക്കി. TK ഹരീഷ്, മീഡിയ 1, ഡൽഹി.